പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, ബോബി ചെമ്മണ്ണൂർ സ്റ്റേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്റ്റേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ശാസ്തമംഗലത്തിൽ നിന്ന് മണ്ണാമ്പള്ളിക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ, പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ ഒരു വിറവ് വരയ്ക്കകത്ത് വിറവിൻ്റെ അടിയിൽ ഒരു സ്ലാബിൻ്റെ അടിയിൽ ഒരു അതിഥി ചുരുണ്ടി കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പാമ്പ് അല്ല എന്ന് പറഞ്ഞു, ഒരു പഴവുണ്ണി അഥവാ മരപ്പട്ടി എന്നറിയപ്പെടുന്ന അതിഥി എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളിവിടെ എത്തി, നമ്മൾ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ പുറകിൽ നിൽക്കുകയാണ്, അതിനെ നോക്കി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അതിഥി ആരാണ്, വ്യത്യസ്തമാണ്, അതെന്തെങ്കിലും അപകടം പറ്റിയത്, തുറസായ തലത്തിൽ കിടന്നുറങ്ങി എന്തെങ്കിലും അപകടം പറ്റിയതായിരിക്കാം, ചില വാഹനം തട്ടിയതായിരിക്കാം, ചിലപ്പോൾ വിഷം കഴിച്ചതായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും ജീവിയുടെ കടിയേറ്റ് അപകടം ഉണ്ടായതായിരിക്കാം. നമുക്ക് പോകാം വീട്ടിൻ്റെ പിന്നിലേക്ക്, നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ഇവിടെയാണല്ലേ, അതിൻ്റെ അടിയിലല്ലേ. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും സാറ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അപകടം പറ്റിയതായിരിക്കുന്നു. ശരിയാണ്, പുള്ളിക്കാരൻ പറഞ്ഞു ഇന്നലെ രാത്രി എന്തോ വണ്ടി തട്ടിപ്പോൾ ഒരു കരച്ചിൽ കേട്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിത് അതേ കിടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ഇത് എത്ര കണ്ടത് വിജയിക്കുമെന്ന് എനിക്കറിയാം. നമ്മളിത് കൊണ്ടുപോയാൽ തന്നെ മിക്കവാറും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. സാർ രാവിലെ കണ്ടോ സാറേ? ഒത്തിരി സമയമോ കണ്ടിട്ട്? വെളുപ്പിനെ കണ്ടോ അല്ലേ? ഓഹോ, നായി കുരയ്ക്കുന്ന കണ്ടു അല്ലേ? നമുക്ക് കാണാം, നമ്മൾ തട്ടി മുട്ടി ബഹളം വെച്ചപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം തല പൊന്തിച്ച് നോക്കുന്നുണ്ട്, ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. പക്ഷേ വലിയ അപകടമല്ല എന്ന് തോന്നുന്നു. പക്ഷേ എനിക്കാണ് പുള്ളിക്കാരൻ സാറ് പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പഴമൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും വലിയ അവസരമൊന്നും പറയാൻ പറ്റില്ല. എനിക്കത് ഇങ്ങനെ ഇത്രയ്ക്ക് എണീക്കാൻ സാധ്യത. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത് എനിക്ക് തോന്നുന്നത് അവശതയല്ല, കണ്ണില്ല, രണ്ട് കണ്ണിനും കാഴ്ചയില്ല, രണ്ട് കണ്ണും നമുക്കാണ് രണ്ട് കണ്ണും മൂടിയിരിക്കുന്നു. അതായിരിക്കും നമുക്ക് അതുകൊണ്ടാണ് എന്തായാലും കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം രണ്ട് കണ്ണില്ലാതെ തുറന്നു വിടാൻ കഴിയില്ല. മിക്കവാറും കയ്യിൽ വെച്ച് തീറ്റി കൊടുക്കേണ്ടി വരും, മരണം സംഭവിക്കുന്നത് വരെ. എത്ര നാളായാലും അദ്ദേഹത്തിന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തീറ്റി കാണാൻ നോക്കി. നമ്മളൊക്കെ കാണാൻ വേണ്ടി അദ്ദേഹം കണ്ണ് വെച്ചതാ, എനിക്ക് കണ്ണില്ല എന്നിങ്ങനെ വെച്ച് തന്നിരിക്കുകയാണ്. വേണമെങ്കിൽ ഷൂട്ട് ചെയ്ത് തോന്നുന്നുണ്ട്. നമുക്ക് കാണാം. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ നല്ല ശ്വാസിപ്പുണ്ട്, നല്ല ആരോഗ്യക്കുറവുണ്ട്. നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ വെറുതെ അതിൻ്റെ അടിയിലോട്ട് കയറിപ്പോയി പിടിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ പതുക്കെ ഇങ്ങോട്ട് ഒരു കമ്പനി തട്ടി വിരട്ടി പതുക്കെ കൊണ്ടുവരാം. നല്ല വയ്യായികയുണ്ട്. എന്നിട്ട് നമ്മൾ കമ്പൗണ്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ തടിയൊക്കെ പിറകെ പറയാം. എന്തായാലും ഇനിയിപ്പോൾ നോക്കുന്നില്ല, വാലി പിടിച്ചിങ്ങ് എടുക്കാൻ നോക്കുന്നു. എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല, അദ്ദേഹത്തെ നമ്മൾ പിടികൂടി. ഫീമെയിൽ അതിഥി, പെണ്ണതിഥിയാണ്. നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം, കാരണം അദ്ദേഹത്തിന് നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കും. എന്തെങ്കിലും അപകടം ചിലപ്പോൾ അല്ല സാർ, ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും കണ്ണിന് കാഴ്ച പോകാം. അത് ഇങ്ങനത്തെ ഈ പഴവർഗ്ഗങ്ങളെ കഴിക്കുന്ന ജീവികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത് പഴവർഗ്ഗം കൂടുതലായിട്ട് കഴിക്കുന്നതാണ്. മോശം പോയിട്ടുണ്ട്, നന്നായിട്ട് മോശം പോയിട്ടുണ്ട്. പക്ഷേ മോഷനിലൊരു സ്മെല്ലുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ സാധാരണ ഇങ്ങനത്തെ അനിമൽസിന് കാഴ്ച നഷ്ടപ്പെടുക, വയറിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ കാഴ്ച നഷ്ടപ്പെടുക, അങ്ങനെ പല കേസുകൾ എൻ്റെ പ്രിയ സുഹൃത്ത് വെറ്ററിനറി ഡോക്ടർമാരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കാണാം. അദ്ദേഹം ഓടി പോകും, അദ്ദേഹത്തിന് ഓടി വേണമെങ്കിൽ പോവാം. പക്ഷേ അപ്പോൾ കൈക്ക് കാലിനൊന്നും അപകടമില്ല, പക്ഷേ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ
കാഴ്ചയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത്. നോക്കാം, ഫീമെയിൽ പെണ്ണത് നമുക്ക് കാണാം, പെണ്ണാണ്. സാധാരണ ഇപ്പം ഈ കുറേ ദിവസങ്ങളായി കണ്ടുവരുന്നത് ഇവർക്കൊക്കെ ഒരു അസുഖങ്ങളുണ്ട്. അസുഖം ചില വിഷം കഴിച്ച് മരണപ്പെടുന്നുണ്ട്. ആൾക്കാർ മനഃപൂർവ്വം വിഷം വയ്ക്കുന്നത്. കാരണം ഇദ്ദേഹം മച്ചിൻ്റെ മേളിൽ കയറി മോഷണമൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ സാധാരണ പരത്തിലൊക്കെ വിഷം വെച്ചിട്ട് ഒരുപാടെണ്ണം മരണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അങ്ങനെയുള്ള അവസ്ഥയല്ല. ഇത് കാഴ്ച നഷ്ടപ്പെട്ട വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടൊരു അവസ്ഥയാണ്. അതാണ്. അത് മാത്രമല്ല യൂറിൻ നന്നായിട്ട് പോകുന്നുണ്ട്. യൂറിന് പക്ഷേ സ്മെല്ലില്ല. അപ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല. ഏകദേശം ഒരു 5 വയസ്സിന് മേലുള്ള പ്രായമുള്ള രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇദ്ദേഹത്തെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു വെറ്റിനറി ഡോക്ടർ, മിക്കവാറും ജേക്കബ് അലക്സാണ്ടർ സാറിനായിരിക്കും പണിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് എന്താണ് മെഡിസിൻ കൊടുക്കുക, അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ രക്ഷിക്കാനായിട്ടുള്ള മെഡിസിൻ നമുക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ സൂലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെ കൈമാറാൻ കഴിയില്ല. കാരണം അസുഖം ഉള്ളതുകൊണ്ട്, വൈറൽ ഇൻഫെക്ഷൻ ഉള്ളത് അവിടെ കിടക്കുന്ന മറ്റ് ഇവയോടൊപ്പമുള്ള മറ്റ് ജീവികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾക്കും അസുഖം പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് സൂവിന് കൈമാറാൻ കഴിയില്ല. ഒന്നുകിൽ ഇത് ട്രീറ്റ്മെൻറ്റ് തീരുന്നവരെ, അതിന് കാഴ്ച കിട്ടുന്നവരെ അല്ലെങ്കിൽ ഒന്ന് ഉഷാറാവുന്നവരെ കയ്യിൽ വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കാട്ടിൽ പോകുമ്പോൾ വിട്ടാൽ പോലും പക്ഷേ മറ്റ് ജീവികൾ, പെരുമ്പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികൾ അതിനെ കൊന്ന് കഴിക്കാറുണ്ട്. പക്ഷേ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് രാവിലെ മുതൽ പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഞാൻ അമൃതയുടെ ഓഫീസിൽ പോയൊരു മരപ്പട്ടി എന്ന് പറയപ്പെടുന്ന പഴവണി എന്നറിയപ്പെടുന്ന ജീവി പിടികൂടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നേരം വെളുത്ത് നമ്മൾ വിളിച്ചത് മുതൽ ഇത്രയും നേരം അദ്ദേഹം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാവൽ നിൽക്കുമായിരുന്നു. എങ്ങും പോയില്ല, നമ്മൾ നല്ല തിരക്കായിരുന്നു. എന്നാൽ നമ്മുടെ പ്രോഗ്രാമിൽ ഒട്ടനവധി ഇവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ പ്രിയ സുഹൃത്ത് മൊഴിയാറിൽ KSEBിൽ ജോലി ചെയ്യുന്ന തമ്പി എന്ന് പറഞ്ഞാൽ അവർ തന്നെ വിളിച്ചിരുന്നു. അത് നമ്മുടെ ടീമിനോട് ഒപ്പം പറഞ്ഞൊരു കാര്യം, ചേട്ടാ പഴവുണ്ണി ഇതല്ല മരപ്പട്ടി എന്നറിയപ്പെടുന്ന ജീവി. സാധാരണ അത് അപൂർവമാണ്. ഗവിയിലേക്ക് പോകുന്ന വലിയ മരപ്പട്ടിയെ കണ്ടു എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു മരപ്പട്ടി എന്ന് പറഞ്ഞാൽ പഴവുണ്ണി നമ്മുടെ നാട്ടിൽ കാണും. അതല്ല ഏട്ടാ, മരപ്പട്ടി എന്ന് കാട്ടിക്കൊണ്ടുവരുന്ന മരപ്പട്ടി ഇതല്ല, കളറ് വേറെയാണ്, വെറൈറ്റിയാണ്, ഇതല്ല. അവർ അപൂർവം ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ കല്ലുണ്ണിയെന്നും പഴപ്പുണ്ണിയെന്നൊക്കെ വിളിക്കുന്നത്, മരപ്പട്ടി എന്ന് വിളിക്കുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൽ പെടാത്ത സ്പീഷ്യസ് ഇനിയും വനത്തിനുള്ളിലുണ്ട്, പാമ്പ് ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സമയം കളയുന്നില്ല. സാർ നമുക്കൊരു ചാക്ക് കിട്ടാമല്ലോ, വേണ്ട ശരി കിട്ടും. അപ്പോൾ നമുക്കൊരു ചാക്ക് കിട്ടി കഴിഞ്ഞാൽ ചാക്കിലാക്കിയാൽ ഇങ്ങനെ എന്തെങ്കിലും വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കാരണം ഇദ്ദേഹത്തെ നമ്മൾ തുണിസഞ്ചിയിൽ, സാധാരണ പ്ലാസ്റ്റിക്കിലാണ് ആക്കുന്നത്, നമുക്ക് തുണിസഞ്ചിയിലാക്കിയതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ ഒരു ഹോളൊക്കെ ഇടണം. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തിനെ തുണിസഞ്ചിയിൽ കയറ്റിയാണ് നമ്മൾ ഇനി അദ്ദേഹത്തെ വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പം അത് എങ്ങനെയെങ്കിലും അതിനകത്ത് കയറി ഒന്ന് കിടന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കെട്ടിയെങ്കിലും നമ്മളിതിനകത്ത് ഹോളിടും. കാരണം തുണി ആയതുകൊണ്ട് ചിലപ്പോൾ എയർ കിട്ടാൻ്റെ സാധ്യത കുറവാണ്. നമ്മളെന്തായാലും അദ്ദേഹത്തെ കവറിലാക്കി ഇനി നമുക്കെന്തായാലും വണ്ടി കൊണ്ടുപോയിട്ട് ചെറിയൊരു ഹോൾ ഇടണം, എയർ സ്പേസ് ഇടണം. അപ്പോൾ അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ നല്ല ഇവിടുത്തെ വീട്ടുകാരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട അതിഥി, ഈ സാധുവായ അതിഥിയെ കൊല്ലണമെന്ന ചിന്തയില്ലാതെ സംരക്ഷിക്കണമെന്ന് ചിന്ത തോന്നിയ സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് വ്യത്യസ്തനായ മറ്റൊരു അതിഥിയെ തേടി ടീം യാത്രയാവുന്നു. എന്തായാലും വളരെ സന്തോഷം. കാരണം ഇന്ന് ശാരീരികമായിട്ട് ഒട്ടും വയ്യ, എന്നാലും ഞങ്ങളുടെ യാത്രയിൽ ഇന്ന് അടുത്ത അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇവിടെ എല്ലാവരും എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ്. കാരണം എന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കാൻ, അപ്പോൾ എല്ലാവരെയും എന്നെ മൊബൈലിലേക്ക് വിളിക്കുന്ന, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഈ നമ്മുടെ അതിഥികളെ സംരക്ഷിക്കാനായി വിളിക്കുന്ന എല്ലാവരും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവിടെ ഈ താഴെ നമുക്ക് കാണാം ഒരു പാടം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു അതിഥി ഇറങ്ങി പതുക്കെ ഇഴഞ്ഞ് വന്ന് ഇവിടെ ഇങ്ങനെ
ഈ മാർബിളിൻ്റെ ടേൻ്റെ ഇടയിൽ കൂടെ കടന്നു പോയെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അവർ പറയുന്നത് ദേഹത്തൊക്കെ മുറിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് നമുക്കറിയില്ല. എന്നാൽ നമ്മൾ ഈ സ്ഥലത്തെത്തി, അവരുടെ വീട്ടിലാണ് നിൽക്കുന്ന. ആ സ്ഥലത്ത് എന്താണ് അതിഥി എന്തായാലും നമുക്ക് നോക്കാം. മാർബിളും ടൈലും ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ സപ്പോർട്ട് എടുത്ത് വെച്ചിട്ട് അണലിയാണോ നീർക്കോലിയാണോ, കാരണം വെള്ളത്തിൻ്റെ ഉറവുകളുണ്ട്, ചിലപ്പോൾ നീർക്കോലിയാവാം. നീർക്കോലി മുട്ട വിരിയുന്ന സമയമാണ്. ശരിയാണ്, വളരെ കട്ട്. കാരണം വിളിച്ചിട്ടൊരു 15-20 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം വെള്ളത്തിൽ നിന്ന് നേരെ ആ ഉറവയിൽ നിന്ന് കയറി വന്നാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അണലി നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം. നമ്മുടെ കുഞ്ഞിനത് നിവർന്ന് ഇങ്ങനെ കിടക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നല്ല മുറിപ്പാടുണ്ട്. എന്തോ എനിക്ക് ഇവിടെയൊക്കെ അടുത്ത് മഴയുണ്ടായിരുന്നു. ആ മഴ സമയത്ത് അദ്ദേഹത്തിന് മതിൽ എന്തെങ്കിലും പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ആ മുറിവ് ദേഹത്തോടെ കല്ല് വീണ് മുറിഞ്ഞിട്ടുള്ള പാട് നന്നായിട്ട് ഒരു എന്താ പറയുക പഴുത്തതുപോലെ ഒക്കെ കാണുന്നുണ്ട്. നമുക്കെന്തായാലും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അത്രയും മുറിവാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുറിവുള്ളത് മാത്രമല്ല വെള്ളത്തിൽ അങ്ങനെ ചൂട് താങ്ങാൻ പറ്റാതെ വെള്ളത്തിൽ പോയിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോയിട്ട് തിരിച്ച് വന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ എടുക്കുകയാണ്. അതിനെ ഇനി നമ്മൾ വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. കാണാം ദേഹത്ത് നല്ല മുറിവിൻ്റെ പാട്, ഇവിടെയൊക്കെ മുറിവിൻ്റെ പാടുണ്ട്. അത് മാത്രമല്ല നല്ല ടയേർഡാണ്. ഫീമെയിലാണ്. കണ്ടാൽ സാധാരണഗതിയിൽ കണ്ടാൽ വാലിൻ്റെ അഗ്രം കണ്ടാൽ ചിലപ്പോൾ മെയിലായിട്ട് തോന്നും. പക്ഷേ ഫീമെയിൽ പെണ്ണാണ്. ഈ വർഷം ഇണ ചേർന്നില്ല. കഴിഞ്ഞ വർഷം ഇണ ചേർന്ന് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട അതിഥിയാണെന്ന് തോന്നുന്നു. ഇത്തവണ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ 4 വയസ്സിന് മേളിൽ 5 വയസ്സിനടുത്ത് പ്രായം വരണം. റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, ചേനത്തണ്ട് എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, വൈപ്പർ എന്നറിയപ്പെടുന്ന അതിഥിയാണ്. കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇതിന് എന്തൊക്കെയോ അപകടങ്ങൾ, എന്തൊക്കെയോ ക്ഷതങ്ങൾ അദ്ദേഹത്തിന് പറ്റി. എനിക്ക് തോന്നുന്നത് കല്ല് മറിഞ്ഞ് വീണത് മാത്രമല്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് വേറെന്തെങ്കിലും മറ്റ് തെങ്ങിൻ്റെ മുകളിൽ കാട്ടിലിങ്ങനെ കിടന്ന സമയത്ത് വല്ല മച്ചിങ്ങ അല്ലെങ്കിൽ കൊച്ചങ്ങയോ അല്ല ചെറിയ ഓലയോ തൊണ്ട എന്തെങ്കിലും വീണെങ്കിൽ ദേഹത്ത് ക്ഷതമുണ്ടെന്ന് വായിക്കൂടി ചെറുതായിട്ട് ബ്ലഡിൻ്റെ ഒരു അംശം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കാം മേളിൽ എന്തെങ്കിലും. അതാണ് നല്ല ടയേർഡായിട്ട് കാണുന്നു. നല്ല ടയേർഡാണ്. നല്ല ടയേർഡാണ്. പക്ഷെ എന്തായാലും പടം പൊഴിച്ചു കഴിഞ്ഞു. പക്ഷേ കണ്ണിൻ്റെ പടം മാറിപ്പോയിട്ടില്ല. വായിൽ ഉമിനീരിൽ ചെറുതായിട്ട് ബ്ലഡിൻ്റെ അംശം കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ നമ്മളെന്തായാലും ഇനി വെച്ച് വേദനിപ്പിക്കുന്നതോ ദ്രോഹിക്കുന്നതോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. നമ്മളെന്തായാലും അദ്ദേഹത്തിൻ്റെ ആ മുറിവുകൾ വീട്ടിൽ പോയിട്ട് മുറിവിലൊക്കെ മെഡിസിൻ വെക്കേണ്ടതുണ്ട്. ഇതിനകത്ത് മുറിവിലൊന്നും അണുക്കളില്ല. ചെറിയ പഴുപ്പുണ്ടെങ്കിലും പക്ഷേ അണുക്കളൊന്നുമില്ല. പഴുത്ത് ക്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ വായിൽ കൂടി ബ്ലഡ് വരുന്നതിൻ്റെ മൂമെൻറ്റ്സിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒടിവോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഈ മേളിൽ നിന്ന് വീഴുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാനായിട്ട് സാധ്യതയില്ല. ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മുറിവ് ഉള്ള സമയത്ത് മിക്കവാറും അദ്ദേഹത്തിന് എന്തെങ്കിലും മരണപ്പെടേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇതിപ്പോൾ എന്തായാലും വേറെ അപകടമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മരണകാരണം വരുന്ന സംഭവം ഇല്ലെന്ന് തോന്നുന്നു. മരണകാരണമായ ഇഞ്ചോടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഈ മുറിവ് തന്നെ കാണുമ്പോൾ അറിയാം ഒരു 5-8 ദിവസം പഴക്കമുള്ള മുറിവാണ്. 8 ദിവസം അതിൽ കൂടുതൽ പഴക്കമുള്ളൊരു മുറിവാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ഇവിടെ നിന്നൊരു ചെറിയ ചാക്കോ ബോട്ടിലോ വാങ്ങി അതിനകത്ത് അടയ്ക്കാം. എന്തായാലും ഒരു ചാക്ക് എന്തെങ്കിലും കിടപ്പുണ്ടോ? എന്തായാലും വളരെ സന്തോഷം. കാരണം സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്ന് അതിരാവിലെ ആരംഭിച്ച യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം കഴിഞ്ഞ് കരിയം കഴിഞ്ഞ്
ചെല്ലമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലമംഗലം ക്ഷേത്രത്തിന് മുന്നിലൊരു ചെറിയ വഴിയുണ്ട്. ആ വഴിക്കകത്തിന് മുന്നിൽ കടന്നു പോകുമ്പോൾ ഒരു 2-3 വീടുണ്ട്. അതിലൊരു വീട്ടിൽ 2 ഗ്യാസ് കുറ്റി, സാധനം ഇപ്പോൾ ആരും ഗ്യാസ് വീടിനകത്ത് വയ്ക്കാറില്ല, പുറത്താണ് കൂടുതലായിട്ട് വെക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ച് ഗ്രില്ല് ചെയ്തിരിക്കുന്ന ആ ഗ്യാസ് കുറ്റി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പാമ്പ് വന്ന് കയറി എന്ന് പറഞ്ഞു. വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു ചേരയാണെന്ന്, അല്ല എന്ന് പറഞ്ഞു, മുറുക്കാണെന്നാണ് അവർ പറഞ്ഞു. എന്തായാലും നമ്മൾ ആ വീട്ടിലെത്തി. മുറുക്കാണോ ചേരാണോ രാജവമ്പലാണോ അണലിയാണോ നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ആ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ പ്രതീക്ഷ അവരോട് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്, ചേരയാണോ മൂർഖാണെന്നൊന്നും അറിയില്ല. പോകാം. അവരക്ഷമരായിരിക്കുകയാണ്, നിൽക്കുകയാണ്. അതിനേക്കാളുപരി നമ്മൾ അതിഥി അതിനകത്ത് അക്ഷമനായിരിക്കുകയാണ്. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് ചോദിക്കാം നമുക്ക് അവരോട് എവിടെയാണ് അതിഥിയെ കണ്ടതെന്ന്. എവിടെ സാറേ കണ്ടത്? ഗ്യാസ് കുറ്റി അതല്ലേ? എന്തായാലും ഗ്യാസ് കുറ്റി എന്ന് പറഞ്ഞാൽ 2 ഗ്യാസ് കുറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ പ്രഷറിങ് ഗ്യാസ് കുറ്റി പറയുന്നത് കണ്ട് ഗ്യാസ് കുറ്റി അവർ മാറ്റി വെച്ച് 2 പേര് അവർ വന്ന് ആദ്യം ഒരു പണി നോക്കി എടുത്ത് മാറ്റാനൊക്കെ നോക്കി. അപ്പോൾ 2 കുറ്റി എടുത്ത് മാറ്റി പാമ്പിനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയായിരിക്കും. പക്ഷേ എനിക്കൊരു തമാശയായിട്ട് തോന്നിയത്, ഞാൻ എപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ ഏകദേശം 430-430 എപ്പിസോഡിൽ പിന്നിടുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ വെളുത്തുള്ളിയും പാമ്പോട്ട് യാതൊരു ബന്ധമില്ലെന്ന്. വെളുത്തുള്ളി നന്നായിട്ട് പൊളിച്ച് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയതായിട്ട് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് മല്ലിയും മുളകും വറുത്ത് പൊടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ അച്ചാറിട്ട് ചമ്പാവരി കഞ്ഞിയും വെച്ച് കുടിക്കുന്ന നല്ല കോമ്പിനേഷൻ എന്ന് എപ്പോഴും പറയാറുണ്ട്. ഒരു ബന്ധമില്ല വെളുത്തുള്ളിയായിട്ട്, അത് എപ്പോഴും ഓർത്ത് വെക്കുക. ഇത് വെറുതെ 1 കിലോ വെളുത്തുള്ളി അവർ ജ്യൂസാക്കി തല്ലി ചതച്ചുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരൊന്നും അത് കിറുങ്ങിയിരിക്കുകയാണ്. കിറുങ്ങിയത് ഇവരായിരിക്കും ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ആരുടെങ്കിലും വായിലെ നാറ്റം അടിച്ചിട്ട് ചിലപ്പോൾ കിറുങ്ങിയെങ്കിലുള്ളൂ. അത് വെളുത്തുള്ളിയുടെ മണം അടിച്ചൊരിക്കലും കിറുങ്ങാൻ പോകുന്നില്ല. ഇതെല്ലാം കഥകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവർ പറഞ്ഞ പോലെ വലിയ ഒരു പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞ ഒരു വലിയ മൂർഖൻ പാമ്പാണ്. ഞാൻ പറഞ്ഞ ചേട്ടാ ചേരയായിരിക്കും എന്ന് പറഞ്ഞു. അതല്ല. അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ തെറ്റി. പുള്ളി പറഞ്ഞൊരു വലിയ മൂർഖൻ എന്നാണ് പറഞ്ഞത്. ശരിയാണ്, വലിയൊരു മൂർഖൻ തന്നെയാണ് എന്ന് വിചാരിക്കേണ്ട. ഇതൊരു ചേരയാണ്. നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കുഞ്ഞൻ ചേര. ആയിരിക്കുന്നു പോകുന്നു ചേര. എന്തായാലും സന്തോഷമുണ്ട്. കാരണം മഞ്ഞ ചേര, വൈൻ്റെ അടിയിൽ നല്ല മഞ്ഞയുള്ള നല്ല ചേര. പക്ഷേ ഒരു പ്രത്യേക തല നമുക്ക് കാണാം. കുഞ്ഞു തല. അത് മാത്രമല്ല വേറെ ചുണ്ട് കൂർത്തിരിക്കുന്നു. ഫീമെയിൽ പെൺചേര. ഏകദേശം 4 വയസ്സിലേറെ പ്രായമുണ്ട്. ഏകദേശം 5 അടിയിലേറെ 5.25 അടിയോളം നീളമുണ്ട്. ഫീമെയിലാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഫീമെയിലിൻ്റെ പ്രത്യേകം ഞാൻ എപ്പോഴും പറഞ്ഞ വാലിന് അല്പം നീളം കുറവായിരിക്കും ആണും പെണ്ണും തമ്മിൽ. അത് മാത്രമല്ല ഇതിന് വേറെ പ്രത്യേകമുള്ളത് ചേരകൾക്ക് തന്നെ വൈറ്റിൻ്റെ അടിയിൽ മഞ്ഞ ഇല്ലാത്ത വെള്ള കളറുന്ന ചേരയാണെന്ന് എപ്പോഴും പറഞ്ഞു. ചേര നന്നായിട്ട് കടിക്കുന്നൊരു പ്രവണതയുള്ളതാണ്. നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വലയിൽ അകപ്പെടുന്ന ചേരയെ വളരെ കാഷ്വലായിട്ട് പോയി വല വെട്ടി വിടുന്ന കണ്ടിട്ട് പല കേരളത്തിൽ നമ്മുടെ പ്രിയ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ കടി കിട്ടാറുണ്ട്. കടി കിട്ടിയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ പേടിക്കേണ്ടതില്ല. ചേരയുടെ കടിയേറ്റൽ വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. പക്ഷേ പലർക്കും സംശയം പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ചൊറിഞ്ഞ് പൊട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഭൂമിയിൽ ഒരു ജീവിയുടെയും സലൈവ നമ്മുടെ രക്തത്തിലേക്ക് കലർന്ന് പോകുന്നത് നല്ലതല്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേ ആൾ കഴിയുമ്പോൾ അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചേരയുടെ കടിയേറ്റൽ വെനമില്ല എങ്കിലും TT എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ തന്നെ നന്നായിട്ട് സോപ്പോ ഡെറ്റോളോ ഉപയോഗിച്ച് കഴുകി കളയുക. വേറെ ഇതൊന്നും ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ വയറ്റിലിപ്പോൾ മിക്കവാറും അദ്ദേഹത്തിൻ്റെ സലൈവ ഷട്ടിലൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹം എന്താണ് തവള, എനിക്കൊന്ന് വലിയ തവള തവളയെ പിടിച്ചു. വലിയ തവള, ഇദ്ദേഹത്തിന് തിന്നാൻ പറ്റാത്ത തവള ഇദ്ദേഹം പിടിച്ച് കുറേ നേരം വായിൽ വെച്ചിട്ട് ആ തവള രക്ഷപ്പെട്ടു. അപ്പം ഈ തവളയെ അകത്തോട്ട് കൊണ്ടുപോകാനും ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനും ഉണ്ടാകുന്ന സലൈവ ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ ആ സലൈവ ഭക്ഷണം രക്ഷപ്പെട്ടു പോകുമ്പോൾ വായിൽ കിടക്കുക. അപ്പോൾ അതാണ് ഈ പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഈ കുഞ്ഞൻ അതിഥിയെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഒട്ടനവധി പ്രാവശ്യം ചേരാതികൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് നോക്കുക. നല്ല നാക്ക് നല്ല നീളത്തിൽ പുറത്തേക്കിടുന്നൊരു പ്രവണതയാണ് നോക്കുക. നല്ല നീളത്തിൽ പുറത്തേക്കിട്ട് നന്നായിട്ട് ചലിപ്പിക്കും, നന്നായിട്ട് വളച്ച് മേളിലോട്ടും സൈഡിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു അതിഥിയാണ് നമ്മുടെ ചേര. ഞാൻ പറഞ്ഞ പോലെ ഇതാണ്ടാണ് വായിൽ കൂടി ആ ഭക്ഷണത്തിലേക്ക് കടത്തി വിടാനുള്ള സലൈവ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഈ അതിഥിയെ ഇവിടെ നിന്നൊരു ബോട്ടിൽ നിന്നൊരു കവർ വാങ്ങി കവറിലാക്കിയതിന് കവറിരിപ്പുണ്ടോ? ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥി തേടി ടീം യാത്രയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9387974441.